ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ മോയ്സ്ചറൈസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി പറയാൻ പറ്റും. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. അത് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും സ്കിൻ ബാരിയറിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്ന് നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പകൽ സമയങ്ങളിലൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ ലോസ് സംഭവിക്കുക. അപ്പോൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ വാട്ടർ കണ്ടന്റിനെ സ്കിന്നിനുള്ളിൽ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വഴി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയാസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ആണ് അല്ലേ. അപ്പോൾ ഈ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ ബാരിയറിനെ നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ. നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ബാരിയറിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയറിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയർ നമ്മുടെ സ്കിന്നിനെ പിന്നെ ബാക്കി കൺട്രോൾ ചെയ്തോളൂ അല്ലെങ്കിൽ ബാക്കി ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഡ്രൈ ആയിട്ട് സ്കിൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡൾ ആകുകയും ഫൈൻ ലൈൻസ് ഒക്കെ വീണ് പെട്ടെന്ന് ഒരു ഏജിങ്ങിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങാനായിട്ട് തുടങ്ങും. പക്ഷേ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ, അതായത് ഈ ഏജിങ്ങിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് വിസിബിൾ ആകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിലൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാനൊക്കെ നമ്മുടെ ഈ മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ സ്കിന്നിലൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്ന് വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം, അതായത് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ വീണ്ടും സ്കിൻ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് അത്ര സ്യൂട്ടബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡ്രൈ സ്കിന്നിന് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്രീമി ടെക്സ്ചർ ഉള്ളത് നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓയിൽ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നോക്കി വേണം ഫസ്റ്റ് നമ്മൾ എടുക്കാനായിട്ട്. എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽമെന്റ് പോലത്തെ അല്ലെങ്കിൽ ബാം ബേസ്ഡ് ടെക്സ്ചേഴ്സ് വരുന്ന മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അത് വേണം നോക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമക്റ്റൻസ് എന്ന് പറയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് ഹ്യൂമക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ സ്കിന്നിലേക്ക് അട്രാക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസ് വരുന്ന മോയ്സ്ചറൈസർ നോക്കിയെടുക്കുക. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഗ്ലിസറിന്, ഹൈലറോണിക് ആസിഡ്, സോർബിറ്റോൾ. അപ്പോൾ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സ്കിന്നിലെ ക്രാക്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ ഓയിൽ, ഷിയ ബട്ടർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മോയ്സ്ചറൈസറും ഡ്രൈ സ്കിന്നുകാർക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വരുന്നത് ഈ പെട്രോളിയം, ലനോലിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ ലോസ് ആവുന്നതിനെ കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നതും നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാരായിട്ടുള്ളവർക്ക് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ നോക്കാവുന്നതാണ്. സോ ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, പിന്നെ സോർബിറ്റോൾ, അതേപോലെ പെട്രോളിയം, ലനോലിൻ, അങ്ങനെ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളത് നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. അതുകൂടാതെ ഷിയ ബട്ടറും ഓയിൽസും, മിനറൽ ഓയിൽസും, പിന്നെ പല കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ മോയ്സ്ചറൈസറിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ലിപ്പിഡ്സ് ഉണ്ട്. അതായത് ഈ സെറാമൈഡ്സ് പോലെയുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ സെറാമൈഡ്സ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം ഫ്രേഗ്രൻസ് ആഡഡ് ആണ്. ആൽക്കഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വരുന്ന മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം കേട്ടോ. അതൊന്നും സ്കിന്നിൽ അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ.
പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ സ്കിന്നിന് പറ്റിയ കുറച്ച് മോയ്സ്ചറൈസർ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് റീഇക്വലിൻ്റെ മോയ്സ്ചറൈസർ. അതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഒന്നാണ് സെറ്റാഫില്ലിൻ്റെ മോയ്സ്ചറൈസർ. അതേപോലെ നമ്മുടെ സെറാവയുടെ മോയ്സ്ചറൈസർ. ഇതൊക്കെ ഓയിലി സ്കിന്നിനും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ലേബൽ നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെറ്റാഫില്ല്, സെറാവെ, റീഇക്വൽ ഇതൊക്കെ നല്ല അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നുകാർ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.